കിരൺ, ഒരുപക്ഷെ നമുക്കറിയാം ഇറാന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ ഒരു വലിപ്പമൊക്കെ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ സൈനിക ശേഷി പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ദിവസം ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണോ ഇസ്രായേൽ ആക്രമിക്കുന്നത് അതിന് തുല്യമായ രീതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യാക്രമണം. ഇറാന് പഴയ രീതിയിലുള്ള പിന്തുണയില്ല. അവരെ മുമ്പ് സഹായിച്ചു കൊണ്ടിരുന്ന എല്ലാവരും ദുർബലരായിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെയൊരു പ്രത്യാക്രമണം, പ്രതിരോധമൊന്നും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ശക്തമായ മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഉണ്ടാകുന്നുണ്ട്. ഇറാനും ഇസ്രായേലിനും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇറാന് കഴിയുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ്? ശ്രീജ, ഈ ഇറാൻ ഇസ്രായേൽ രണ്ട് രാജ്യങ്ങളുടെ ആയുധ ബലവും അവരുടെ ബാക്കി ബലങ്ങളൊക്കെ പരിശോധിച്ചാൽ സ്വാഭാവികമായും ഇസ്രായേലുമായി അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയുള്ള ആയുധം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ബന്ധുബലം എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പിന്തുണ കൊണ്ടൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇറാൻ. ചൈനയുടെ പിന്തുണയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ചൈന അമേരിക്ക ഒരു വിഷയം വന്നാൽ മറ്റു രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് പോലെ ചൈന അത്തരം ഘട്ടങ്ങളിൽ നിന്നും അങ്ങനെ തുറന്ന ഒരു ഇടപെടലിന് പലപ്പോഴും തയ്യാറാവുന്ന ഒരു രാജ്യം കൂടിയല്ല. പക്ഷേ അതെല്ലാം ആ കണക്കൂട്ടലുകളെല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന് മേലുണ്ടായത്. ഇസ്രായേൽ ടെൽ അവീവിലടക്കം വൈഫയിലും ടെൽ അവീവിലടക്കം അതിശക്തമായ വ്യോമാക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളത് ആ രണ്ടുപേരുടെയും ശക്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അത് വലിയ ഇറാൻ നൽകിയ കനത്ത തിരിച്ചടിയാണ് എന്നതുകൂടി പറയണം. ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഇസ്രായേൽ ഇപ്പോൾ 24 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഏകദേശം 100-നടുത്തോളം മരണം വരും എന്നുള്ളതാണ് അനൗദ്യോഗികമായ കണക്കുകൾ. അത്രയേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടാനും അത്രയേറെ വലിയ കെട്ടിടങ്ങൾ ഇസ്രായേലിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ തന്നെ നൽകിയ വീഡിയോ നമ്മളടക്കം നൽകിയിരുന്നു. ആ വീഡിയോയിലടക്കം കാണാം ആകാശത്തു കൂടി നിരവധി മിസൈലുകൾ ഒരേ സമയം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ അയൺ ഡോം ആണ് ഈ മിസൈൽ പ്രതിരോധ കവചം എന്ന് പറയുന്നത്. ഈ അയൺ ഡോം ആകാശത്ത് മിസൈൽ എത്തിക്കഴിഞ്ഞാൽ അത് ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ദൂരം തന്നെ ഏകദേശം 1500-ഓളം കിലോമീറ്റർ ഉള്ള ദൂരമാണ്. ആ ദൂരം വരുന്ന സ്ഥലത്ത് നിന്ന് ആകാശത്ത് വെച്ച് മിസൈൽ എത്തിക്കഴിഞ്ഞാൽ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ അവിടെ വെച്ച് തന്നെ തകർക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ള ലോകത്തെ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് ഈ ഇസ്രായേലിൻ്റെ അയൺ ഡോം. പക്ഷേ ഈ അയൺ ഡോമിനെ കബളിപ്പിക്കാൻ വേണ്ടി 100 കണക്കിന് മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു ഇറാൻ സ്വീകരിച്ച തന്ത്രം. അങ്ങനെ 100 കണക്കിന് മിസൈലുകൾ വരുമ്പോൾ അയൺ ഡോം തകർക്കുന്ന മിസൈലുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടാവും. അതിൽ ചിലപ്പോൾ 10-15 മിസൈലുകളൊക്കെ താഴെ പതിക്കും എന്നുള്ളത് ഇറാന് കൃത്യമായിട്ട് അറിയാം. ആ തരത്തിലേക്കായിരുന്നു ഇറാൻ തുടക്കത്തിൽ ആക്രമണം നടത്തിയത്. പക്ഷേ അങ്ങനെ തുടർച്ചയായി മിസൈലുകൾ വിട്ടുകൊണ്ട് ഒരു ആക്രമണം നടത്തുക, എല്ലാ ആയുധങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് എത്ര കാലം തുടരാൻ കഴിയും എന്നുള്ള ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ടുമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശേഷിയുള്ള രാജ്യങ്ങളിലൊന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇത്തരം ഇന്റലിജൻസ് നെറ്റ്വർക്കുള്ള രാജ്യങ്ങൾ, പരമ്പരാഗതമായി തന്നെ അങ്ങനെ നെറ്റ്വർക്കുള്ള രാജ്യമാണ്. അത്തരം സംവിധാനങ്ങളും അമേരിക്കയെ പോലെ വലിയൊരു രാജ്യത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉള്ള രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്നതുകൂടി ഓർക്കണം. ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ആ തരത്തിലേക്കുള്ള ഒരു വലിയ പിന്തുണയെ ഇറാനില്ല. ഇറാനെ അങ്ങനെ സഹായിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും അങ്ങനെ തുറന്ന ഒരു സഹായവുമായി രംഗത്ത് വരാനുള്ള രാജ്യങ്ങളുടെ എണ്ണം കുറവാണ്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇറാന് ചരിത്രപരമായ ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും അധിനിവേശ ശക്തികൾക്ക് വഴങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കീഴിൽ ഇരുന്ന് ഭരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരിക്കലും ഇറാനിലേക്ക് മറ്റാരുടെയെങ്കിലും ഭരണം മറ്റാരെയും നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഇറാന്റെ ഭരണാധികാരികൾ, ഇറാനിന്റെ ഭരണാധികാരികൾ തന്നെയാണ് എല്ലാ കാലവും ഇറാൻ ഭരിച്ചിരുന്നത്. അത്തരമൊരു വലിയൊരു ചരിത്രത്തിന്റെ പിൻബലം കൂടിയുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവർ ഏതു തരത്തിലും പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ശേഷി വെച്ച് മാത്രമായിരിക്കില്ല തിരിച്ചടി ഉണ്ടാകുന്നത്. അത് പലതരത്തിലുള്ള തിരിച്ചടി, അവസാന ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇറാനെ പോലൊരു രാജ്യം ഏതു തരത്തിലുള്ള തിരിച്ചടിയിലേക്കും നീങ്ങാനുള്ള സാധ്യതയും ഒക്കെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി യുദ്ധം മാറുന്നത് എന്നറിയാൻ കഴിയില്ല. പക്ഷേ അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിലൊക്കെ ഏറ്റവും നിർണായകമാണ്. അമേരിക്ക ഇപ്പോഴും സ്വന്തമായി ഞങ്ങളിതിൽ കക്ഷി ചേർന്നിട്ടില്ല എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലോ രണ്ടുപേരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത്തരമൊരു നീക്കത്തിന് അമേരിക്ക തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ പൗരന്മാർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന് നേരെ തിരിച്ചടി ഉണ്ടാവും എന്ന മുന്നറിയിപ്പ് നൽകാനും ഇസ്രായേലിനൊപ്പമാണ് തങ്ങൾ എന്ന് ആവർത്തിച്ച് പറയാനും ഒക്കെ തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ യുദ്ധം മാറുന്നത്, നാളെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യത ഇപ്പോഴും ലോകത്തെ പ്രധാനപ്പെട്ട ഈ രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതുവരെയും ഫലപ്രദമായിട്ടുള്ള ഒമാനും ഒക്കെ നേരത്തെ മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ നിരന്തരം
ഇറാനിലെ ടെഹ്റാനിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ഇറാനിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് മധ്യസ്ഥ ശ്രമം നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഇസ്രയേലും ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമായും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് അയത്തുള്ള ഖൊമേനിയെ പോലെയുള്ള ഇറാന്റെ ഏറ്റവും വലിയ ആത്മീയ നേതാവിനെ ഇല്ലാതായെങ്കിൽ മാത്രമേ, അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് പച്ചമലയാളം, അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഈ സംഘർഷം അവസാനിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ സ്വാഭാവികമായും ഇറാന്റെ പ്രതികരണം അത് മറ്റൊരു തരത്തിലാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ടെഹ്റാനിൽ നിന്ന് ഉടൻ ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ക്യാൻസറിനെ ഇല്ലാതാക്കാനുള്ള സൈനിക നടപടിയാണ് ഇറാനിൽ നടക്കുന്നതെന്നും ഇറാൻ സൈന്യത്തിലെ ഉന്നതരെ ഇല്ലാതാക്കി കഴിഞ്ഞെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. We're not just fighting our enemy, we're fighting your enemy. For God's sake, they chant, death to Israel, death to America. We're simply on their way. And this could reach America soon. I mean, to have these mad mullahs who are committed to destroying us in order to destroy you, to say that they should have nuclear weapons and ballistic missiles to deliver them to you, and to say that that's not your interest, well, we're fighting this war. ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ കാരണം മറ്റൊരു വഴിയും ഇല്ലാതെയാണ് ആക്രമണത്തിന് മുതിർന്നതെന്നും അവർ പിന്മാറാതെ ആക്രമണം നിർത്തില്ലെന്നും ഇസ്രയേലി പ്രസിഡന്റ് ഐസക് ഹെർസോഗും പറഞ്ഞു. You take such decisions of historic magnitude and proportions, you have to analyze all facets and all facts. The truth of the matter is there was no other choice. It was just, as we say in football, the 90th minute, because the Iranian nuclear program was rushing underneath, by the way, under disguise, was rushing to the bomb, meaning the bomb is created of two things, enriched uranium and the armament part of it, which makes the bomb. They were proceeding dramatically on both venues. I would say that I do not want to comment about Iran's supreme leader. That is being discussed in the closed rooms of the war cabinet and, of course, in dialogue with the United States of America. I know only about the leadership of the National Revolutionary Guards, their intelligence and their Air Force, and all those who instigate terror. God forbid, we are adamantly not aiming at civilians, as opposed to the Iranians who are aiming at civilians all the time. And again, I want to make it clear, we did not seek this war, we did not want this war. ഞങ്ങൾ ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ യുദ്ധം വേണ്ടെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു ആണവ പദ്ധതികളിലേക്കുള്ള ഇറാന്റെ ആ പോക്ക് തടയുകയല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ കിരൺ, ലക്ഷ്യമിടുന്നത് ആയത്തുള്ള അലി ഖംനേയിയെ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ പരസ്യമായി തന്നെ അത് പറയാൻ ബെഞ്ചമിൻ നെതന്യാഹുവും ധൈര്യപ്പെടുന്നുണ്ട്. കുറെ കാലമായി അവരുടെ ലക്ഷ്യം ഖമനേയി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ലെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയല്ലേ? ശ്രീജ, പ്രധാനമായും ഈ ആണവായുധത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിലും ഇറാനിൽ ഒരു ഭരണമാറ്റം, ഇറാനിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ പുരോഹിതന്മാർക്ക് വലിയ